മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും സാമ്പത്തിക ലാഭത്തിനുമൊക്കെ എങ്ങനെ ശാസ്ത്രീയമായി വളപ്രയോഗം നടത്താമെന്ന് നോക്കാം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം വെള്ളനാടുള്ള ICAR കൃഷി വിജ്ഞാന കേന്ദ്രം മിത്രാനികേതനിലെ ശാസ്ത്രജ്ഞയായ ജ്യോതി റേച്ചൽ വർഗീസാണ്. ജ്യോതി റേച്ചൽ വർഗീസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്. ജ്യോതി മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു മാഡം. നമ്മൾ വളപ്രയോഗത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ശാസ്ത്രജ്ഞർ പറയാറുണ്ട്, ഒരു സംയോജിത രീതിയിൽ മാത്രമേ വളപ്രയോഗം ചെയ്യാവുള്ളൂ. അപ്പോഴേ നമുക്ക് വിളവും അധികം കിട്ടത്തുള്ളൂ, നമ്മുടെ മണ്ണിനും പ്രതികൂലമായിട്ട് അത് ബാധിക്കത്തില്ല. അപ്പോൾ ഈ സംയോജിത വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുവാണ് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ കൃഷി സ്ഥലത്ത് അമിതമായിട്ടുള്ള രാസവള പ്രയോഗങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അറിഞ്ഞോ അറിയാതെയോ കൂടുതലായിട്ട് രാസവളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും യൂറിയയാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിച്ചു വരുന്നത്. നൈട്രേറ്റിന്റെ സ്രോതസ്സായിട്ട് യൂറിയ അത് സബ്സിഡി റേറ്റിലും കിട്ടുന്നത് കാരണം കൂടുതലായിട്ട് കർഷകർ അതിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ അമിതമായിട്ടുള്ള ഈ രാസവളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മളുടെ മണ്ണിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു. അതാണ് പ്രധാനമായിട്ടും ഉള്ളതായിട്ടുള്ള കാര്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് സംയോജിതമായിട്ട് എപ്പോൾ കൃഷി ചെയ്യണം അല്ലെങ്കിൽ എപ്പോൾ നമ്മൾ വളപ്രയോഗം നടത്തണം, ഇതെല്ലാം ഇതിനകത്ത് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. എപ്പോൾ വളപ്രയോഗം ചെയ്യണം, ഏത് സമയത്ത് നമ്മൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്കിൽ എത്രമാത്രം കൂടുതൽ അത് വിളവ് തരും, നമ്മൾക്ക് കൃഷിയിൽ അത് എത്രമാത്രം പ്രയോജനകരമാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി വളപ്രയോഗം ഇതിനു വേണ്ടി എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് മണ്ണ് പരിശോധന ആയിരിക്കുമല്ലേ? അതെ, വളരെ നാളുകളായിട്ട് നമ്മൾ പ്രധാനമായിട്ടും നിഷ്കർഷിക്കുന്നതാണ് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള വളപ്രയോഗം. പക്ഷേ കൂടുതൽ കർഷകരും അതിനെ ആശ്രയിക്കുന്നില്ല എന്ന് വേണം പറയാൻ. അവബോധമുണ്ട് എങ്കിൽ പോലും നമ്മൾക്ക് അധികം വില കൊടുക്കാതെ തന്നെ നമുക്ക് ന്യൂട്രിയൻസ് കിട്ടും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മൂലകങ്ങൾ നമ്മൾക്ക് കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് കർഷകർ കൂടുതലായിട്ട് അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മണ്ണ് പരിശോധന നടത്തുന്നവർ പോലും അതിന്റെ അടിസ്ഥാനത്തിലല്ല വളപ്രയോഗം ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പം നമ്മൾ പ്രധാന മൂലകം എന്ന് പറയുമ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ആണ്. ഇതാണ് മിക്ക കർഷകരും ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം മേഡം പറഞ്ഞ യൂറിയയാണ് നൈട്രജന് വേണ്ടി ഉപയോഗിക്കുന്നത്. അധിക തോതിലായിട്ട് യൂറിയ നമ്മളുടെ മണ്ണിലേക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നൈട്രേറ്റിന്റെ അളവ് നമ്മളുടെ മണ്ണിൽ കൂടിക്കഴിഞ്ഞാലും പല വിധത്തിലുള്ളതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൂടുതലായിട്ടുള്ള നൈട്രേൻ നമ്മളുടെ മണ്ണിലുണ്ടെങ്കിൽ കടും പച്ച കളറിലായിരിക്കും അതിൻ്റെ ഇലകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കീടങ്ങളുടെയും രോഗങ്ങളുടെയും ഒക്കെ ആക്രമണം വളരെയധികമായിട്ട് തന്നെ കൂടുന്നുണ്ട്. പിന്നീട് അമിതമായിട്ടുള്ള രാസവളം ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലാവുമ്പോൾ, അതും ഒരു പ്രാവശ്യമായിട്ടൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ജലസ്രോതസ്സുകളിലേക്കും നമ്മളുടെ മണ്ണിലേക്കും പോയി മണ്ണിനെ മലിനമാക്കുകയും കൂടുതലായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മണ്ണിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. യൂറിയ ഒക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർ മേഡം പറഞ്ഞ മാതിരി കുറച്ച് യൂറിയ ഇട്ട് കൊടുത്താൽ നല്ല വളർച്ച കിട്ടുമെന്നാണ് പൊതുധാരണ. അതെ അതെ, അങ്ങനെ ചിന്തിക്കാനായിട്ട് പാടുള്ളതല്ല. പെട്ടെന്ന് തന്നെ പല കൃഷി സ്ഥലങ്ങളിലും നമ്മൾ കാണാറുള്ളതാണ്. ഭയങ്കരമായിട്ടുള്ള യൂറിയ എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ആദ്യത്തെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ വിളവിലേക്ക് കിടക്കുമ്പോഴേക്കും വിളവ് ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ട്, കീടത്തിന്റെ ആക്രമണം മൂലവും ഒക്കെ കുറയുന്നതായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഓരോ കൃഷിക്കും ഓരോ വിളകൾക്കും നമ്മളുടെ കാർഷിക സർവകലാശാല ഓരോ വളപ്രയോഗ രീതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ. അതിനനുസരിച്ചുള്ള വളപ്രയോഗ രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ അടിവളമായിട്ട് നമ്മൾ കൊടുക്കുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് മേൽവളമായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം ഒരു കൃഷി ഇറക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ആ സമയങ്ങളിലാണ് നമ്മൾ വളം കൊടുക്കുന്നത് വളരെ പ്രധാനമായിട്ടുള്ളത്. ഫോസ്ഫറസും പൊട്ടാഷ്യം ഏത് സ്രോതസ്സാണ് കർഷകർ? ഫോസ്ഫറസ് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളുടെ മണ്ണിൽ വളരെ അധികമായിട്ട് കൂടുതലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ അസിഡിറ്റി അല്ലെങ്കിൽ അമ്ലത കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഫോസ്ഫറസ് ഒന്നും ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന രൂപത്തിലല്ല ഉള്ളത് എന്നുള്ളതാണ്. പലപ്പോഴും പല കൃഷിയിടങ്ങളിലും മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു വർഷത്തേക്ക് നമ്മൾ ഫോസ്ഫറസിന്റെ വളം ഇട്ടില്ല എങ്കിൽ പോലും നല്ല വിളവ് തരുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പൊട്ടാഷിന് വേണ്ടി മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് ആയിരിക്കും. പൊട്ടാഷ് കൂടുതലായിട്ട് നമ്മൾ മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷിന് അതിന് വില കൂടുതലായതുകൊണ്ട് തന്നെ കർഷകർ ഉപയോഗിക്കുന്നത് കുറവാണ്.
അപ്പോൾ ആവശ്യമുള്ളതായിട്ടുള്ള ഇപ്പം നമുക്ക് കൂടുതലായിട്ടുള്ള വിളവൊക്കെ കിട്ടാനായിട്ട് നമുക്ക് തെങ്ങിനൊക്കെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മളുടെ പൊട്ടാഷ്യം വളം തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ വിളകൾക്കും പറഞ്ഞിരിക്കുന്ന രീതി അനുസരിച്ച് നമുക്ക് കൃഷി ഇറക്കി കഴിഞ്ഞാൽ കർഷകന് കൂടുതൽ വരുമാനവും നമ്മളുടെ മണ്ണിന് നല്ല ആരോഗ്യവും ഉണ്ടാവും. നല്ലൊരു ബാലൻസ്ഡ് വേയിൽ തന്നെ ചെയ്യണം. ഒരു മൂലകം അധികം കൊടുത്തെന്ന് വിചാരിച്ച് നമുക്ക് വിളവ് എന്തായാലും അധികം കിട്ടാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ സംയോജിത രീതിയിൽ വളപ്രയോഗത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജൈവവളവും ഇതിന്റെ ഒരു പ്രധാന ഘടകമാണല്ലോ അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. 1960-കളിലാണ് കൂടുതലായിട്ട് നമ്മൾ രാസവളങ്ങളെ ആശ്രയിച്ച് തുടങ്ങിയത്. അതിന് മുമ്പായിട്ട് കൂടുതലായിട്ടും ജൈവവളങ്ങളും വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതായിട്ടുള്ള വിളകളുടെ അവശിഷ്ടങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് കൂടുതലായിട്ട് വിളവ് കിട്ടിയിരുന്നു. അപ്പോൾ രാസവളങ്ങൾ അമിതമായിട്ട് നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങിയത് നമ്മളുടെ ഗ്രീൻ റെവല്യൂഷൻ വന്നതിൽ പിന്നെയാണ്. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടുള്ള വിളവ് തരുന്നതായിട്ടുള്ള വിളകൾ നമ്മളുടെ കൃഷിയിടങ്ങളിൽ വന്നു. അപ്പോൾ അതിന് കൂടുതലായിട്ടുള്ള വളങ്ങളുടെ ആവശ്യകത വന്നു, കൂടുതലായിട്ടുള്ള കീടരോഗത്തിനെ തുരത്തുന്നതിന് വേണ്ടിയുള്ള ആവശ്യകത വന്നു. അപ്പം കൂടുതലായിട്ടുള്ള കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ നമ്മളുടെ ആവശ്യാനുസരണം നമ്മൾ സൗകര്യം കൂടുന്നുണ്ടേ നമ്മളെല്ലാം മറന്നു പോകുന്നു പറഞ്ഞതുപോലെ തന്നെ ജൈവവളങ്ങളെ പൂർണ്ണമായിട്ടും നമ്മൾ പിന്തള്ളിക്കൊണ്ട് തന്നെ നമ്മൾ രാസവളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നു. നമ്മൾ ജൈവവളങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ പതുക്കെയായിരിക്കും നമ്മളുടെ മണ്ണിൽ നിന്നും അത് സ്ലോ ആയിട്ട് മണ്ണിന് ആരോഗ്യം കൊടുത്ത് മണ്ണിന് കുറച്ച് സ്ലോ ആയിട്ടാണെങ്കിലും അതിനകത്ത് എല്ലാ കണ്ടൻസും മൈക്രോന്യൂട്രിയൻസ് അടക്കം നമ്മളുടെ സെക്കൻഡറി ന്യൂട്രിയൻസ് ആണെങ്കിലും ഇതെല്ലാം തന്നെ നമ്മളുടെ ജൈവവളങ്ങൾ നമ്മൾ കൊടുക്കുന്നതിലൂടെ കർഷകർക്ക് കിട്ടുന്നുണ്ട്. ജൈവവളം എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ട്. അതെ, കമ്പോസ്റ്റ് വളങ്ങളുണ്ട്. പിന്നീട് വിളകളുടെ അവശിഷ്ടങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ കൊന്നയുടെ ഇല അല്ലെങ്കിൽ പയറ് ചെടികൾ മുളപ്പിച്ച് അത് പൂക്കുന്നതിന് മുമ്പായിട്ട് ചെടികളുടെ ചുവട്ടിൽ ചേർത്ത് കൊടുക്കുന്നു. പയറുവർഗ്ഗ വിളകൾക്ക് നൈട്രേറ്റിൻ്റെ അംശം കൂടുതൽ നമ്മളുടെ മണ്ണിൽ കൊടുക്കാൻ. പിന്നെ പുതിയിടുന്നതിലൂടെ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നീട് ചാണകം, ഇങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളാണ് ജൈവവളമായിട്ട്. അത് നമ്മൾ അടിവളമായിട്ടാണ് സാധാരണയായിട്ട് മണ്ണിര കമ്പോസ്റ്റും ചെയ്യുന്നുണ്ട്. അതെ. അപ്പോൾ ഇതൊക്കെ അടിവളമായിട്ട് മേഡം പറഞ്ഞ മാതിരി ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ കുറച്ച് സമയം എടുക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് കർഷകർ ഈ രാസവളങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരുന്നത്, രാസവളങ്ങൾ സന്തുലിതമായിട്ട് ഉപയോഗിച്ചാൽ എനിക്ക് തോന്നുന്നു അധികം പ്രശ്നമില്ല, അത് തെറ്റല്ല. അല്ല, ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനമായിട്ടും 17 പോഷകങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ ചെറിയ അളവിലാണെങ്കിലും കൂടുതൽ അളവിലാണെങ്കിലും നമ്മൾ ചേർക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. കാരണം ഒരു ചെടിയുടെ വളർച്ചയ്ക്ക് ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതും ഏത് സമയത്ത് കൊടുക്കുന്നു എന്നുള്ളതും എല്ലാം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പം ജൈവവളങ്ങൾ നമ്മൾ കൊടുക്കുക, ജീവാണുവളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 25 മുതൽ 30% നമുക്ക് വളപ്രയോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ചെറുതായിട്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ രാസവള പ്രയോഗം നമുക്ക് കുറയ്ക്കുന്നതിനും അതിലൂടെ നമ്മളുടെ സമ്പദ് വ്യവസ്ഥ തന്നെ നമ്മൾക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും കർഷകർക്ക് അതിൽ നിന്നും ആരോഗ്യമുള്ള ഒരു ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിനും സാധിക്കുന്നതാണ്. ഈ രാസവളങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇത് മിക്ക വള്ളങ്ങളും നമുക്ക് പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നതാണ്. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഇതിൽ പോകുന്നുണ്ടല്ലേ? അതെ. അപ്പോൾ അതും ഒരു സമ്പദ് വ്യവസ്ഥയെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി അതിൻ്റെ ഉപയോഗം നമ്മളൊരു ബാലൻസ്ഡ് വേയിൽ ചെയ്താൽ അതും നമ്മൾ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യം കൂടെ ആയിരിക്കും ഇതിൻ്റെ കൂടെ തന്നെ. അതെ, നമുക്ക് അത്രമാത്രം നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കർഷകർക്കാണെങ്കിലും അപ്പം കയ്യിലിരിക്കുന്നതായിട്ടുള്ള ഒരു 500 രൂപ മതി ഒരു ചാക്കിനെന്നുള്ളത് വെച്ചിട്ടാണ് അവർ പോയി കൂടുതലായിട്ടുള്ളത് വാങ്ങിച്ചിട്ടിട്ട് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ പലപ്പോഴും അത് കർഷകർക്ക് താങ്ങാവുന്നതല്ല എങ്കിൽ പോലും അവർ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് അവർ കൂടുതലും അതിൽ ആശ്രയിക്കുന്നത്. അപ്പം ജൈവവളങ്ങളും ജീവാണുവളങ്ങളും അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൃഷിയിൽ അവലംബിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കർഷകർക്ക് വിളവ്. സൂചിപ്പിച്ച് ഏത് ഘട്ടത്തിലാണ് ആവശ്യം ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ വളങ്ങൾ കൊടുത്താൽ മതിയെന്ന്. അതെ, കൂടുതലായിട്ടും നമ്മൾ അതിൻ്റെ വളർച്ചാഘട്ടങ്ങളിലാണ് കൂടുതലായിട്ട് പൂക്കുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് നെല്ലൊക്കെ ആണെങ്കിലും തന്നെ പൂക്കുന്നതിന് മുമ്പായിട്ട് ഒരു 55 ദിവസത്തിന് മുമ്പ് നമ്മൾ വളപ്രയോഗം എല്ലാം തന്നെ തീർത്ത്. ക്രിട്ടിക്കൽ സ്റ്റേജ് എന്തുവാന്ന് ഒന്നീ ശാസ്ത്രജ്ഞർ പറയുന്ന മാതിരി അല്ലെങ്കിൽ പാക്കേജ് ഓഫ് പ്രാക്ടീസ് ശാസ്ത്രീയമായിട്ട് അത് മനസ്സിലാക്കിയിട്ട് അതിന് പ്രകാരം കൃഷി ഇറക്കുകയാണ്. ഇപ്പം നമ്മുടെ വളങ്ങൾ ഫോലിയർ സ്പ്രേ ആയിട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലും കുറച്ച് ക്വാണ്ടിറ്റി മതി, പക്ഷേ ചെടികൾക്ക് എളുപ്പം അത് ലഭ്യമാവും. നമ്മളുടെ ഇവിടെ നീം കോട്ടഡ് യൂറിയയെക്കാട്ടിലും കുറച്ചുകൂടെ ഫലപ്രദമാണ്. നീമും കൂടെ കോട്ട് ചെയ്തതാണ്. അതായത് കീടങ്ങളെ തുരത്തുന്നതിന് വേണ്ടി വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അത് മണ്ണിൽ കൊടുക്കുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഫോളിയർ ആപ്ലിക്കേഷന് വേണ്ടി നാനോ യൂറിയ ഇന്ന് ലഭ്യമാണ്. ഇഫ്കോയുടെ നാനോ യൂറിയ, നാനോ DAP ഒക്കെ ഇന്ന് ലഭ്യമാണ്.
എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ കുറച്ച് മാത്രം, നമ്മൾ ഒരു ചാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഒരു 1/2 കിലോയുടെ ഒരു കുപ്പി ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം വളരെയധികം നമുക്ക് ട്രാൻസ്പോർട്ടേഷനുള്ള കോസ്റ്റ് കുറയുന്നു, അങ്ങനെയുള്ളതായിട്ടുള്ള വളരെയധികം മിച്ചങ്ങളുമുണ്ട്. അതിൽ നിന്നും നല്ല വിളവ് കർഷകർക്ക് ലഭിക്കുന്നുമുണ്ട് എന്നാണ് പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. സന്തുലിത വളപ്രയോഗത്തിനെ കുറിച്ച് നിങ്ങൾ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിങ്ങൾ പരിശീലന പരിപാടിയൊക്കെ നടത്താറുണ്ട്? ഉണ്ട്, തീർച്ചയായിട്ടും. നമ്മൾ ജൈവവളങ്ങളെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ മണ്ണിര കമ്പോസ്റ്റിൻ്റെ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. ഓരോ വിളകളിലുമുള്ളതായിട്ടുള്ള സംയോജിതമായിട്ടുള്ള കൃഷി രീതികൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ പ്രകൃതി കൃഷി, ഇപ്പം കൂടുതൽ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രകൃതി കൃഷിയിൽ എനിക്ക് തോന്നുന്നു ഈ രാസവളങ്ങൾ ഉപയോഗിക്കുന്നേ ഇല്ലേ? ഇല്ല, രാസവളങ്ങളും കീടനാശിനികളും തീരെ ഉപയോഗിക്കാത്തതായിട്ടുള്ള രീതിയാണ് ജൈവ കൃഷിയും പ്രകൃതി കൃഷിയും. ഇതൊക്കെ കർഷകർ ഉൾക്കൊള്ളുന്നുണ്ടോ? ആദ്യം വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള കർഷകർ അത് വിജയകരമാണ് എന്ന് പറയുന്നതനുസരിച്ച് അവർ മുൻപോട്ട് തന്നെ വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് കൂടുതലായിട്ടും നമ്മളുടെ നാച്ചുറൽ ഫാമിംഗ് അല്ലെങ്കിൽ പ്രകൃതി കൃഷിക്ക് നമ്മൾ കൂടുതലായിട്ടും പശുവിൻ്റെ ചാണകം, ഗോമൂത്രം, ശർക്കര, പയറുപൊടി, വളക്കൂറുള്ളതായിട്ടുള്ള മണ്ണ്, അല്ലെങ്കിൽ പ്രകൃതിയിൽ തന്നെ കിട്ടുന്നതായിട്ടുള്ള വളങ്ങൾ, ഇലകൾ, ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ പ്രകൃതി കൃഷിയിലുള്ള സാധനങ്ങൾ, ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് തന്നെ മണ്ണിന് തീർച്ചയായിട്ടും ആരോഗ്യം കൂടുന്നതായിട്ടും മണ്ണിരകളുടെ സാന്നിധ്യവും മൈക്രോബ്സിന്റെ സാന്നിധ്യവും കൂടുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മണ്ണൊരു ജീവനുള്ള മണ്ണാവണം, അതാണ് നമ്മുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാലും തെറ്റാവത്തില്ല. അതെ, അത് മണ്ണിലേക്ക് തന്നെ നമ്മൾ രാസവളം അമിതമായിട്ട് നമ്മൾ ഇടുമ്പോൾ ആവശ്യത്തിന് ഇടുന്നുണ്ട്, അത് ചെടി വലിച്ചെടുക്കും. അല്ല, ആവശ്യത്തിൽ കൂടുതൽ നമുക്കൊരു ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് കൂടുതൽ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ദഹിക്കില്ല. അതുപോലെ തന്നെയാണ് ചെടികൾക്കും, അത് വലിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പം അടുത്ത മഴ വരുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കൂടുതൽ കൊടുക്കുമ്പോഴത്തേക്കും ഇത് വീണ്ടും ഒലിച്ചു പോകുന്നു. അങ്ങനെ കെമിക്കലും നഷ്ടമായി പോകുന്നു, നമ്മളുടെ ആരോഗ്യവും നഷ്ടമാവുന്നു. നമ്മൾ വളപ്രയോഗം ഉപയോഗിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ, ശരിയായ സ്രോതസ്സിൽ നിന്നുള്ളതായിട്ട് വളമായിരിക്കണം നമ്മൾ വാങ്ങിക്കുന്നത്. അതെന്തിനു വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്നു, ഏത് സമയത്ത് പ്രയോഗിക്കുന്നു, എത്രമാത്രം അളവിൽ നമ്മൾ ഒരു പ്രാവശ്യം കൊടുക്കണം, ഇതെല്ലാം നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുക. അങ്ങനെ സന്തുലിതമായിട്ടുള്ള ഒരു വളപ്രയോഗം നമ്മളുടെ കൃഷിയിടങ്ങളിൽ അനുവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മണ്ണിന്റെ ആരോഗ്യം നമ്മൾക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. ജ്യോതി മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി. താങ്ക് യു.